ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു സന്തോഷത്തോടെ കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദന് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ. ഐ ലവ് യു എന്നൊക്കെ പറയുന്നൊക്കെ ഗോവിന്ദ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദന് അത് പറയാൻ കഴിയില്ല. ഗീതു എന്തായാലും എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നത് ഞാൻ ഒരുപാട് ആലോചിച്ചു, ഞാൻ ഇന്നുവരെ ഒരു പെണ്ണിനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു ആകെ പ്രതീക്ഷിച്ചു ഐ ലവ് യു പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. എന്തായാലും കറക്കൽ തറവാടിൻ്റെ മരുമോളാണ് നീ, നല്ലൊരു മരുമോളെന്നുള്ള കാര്യത്തിൽ നീ തെളിയിച്ച് ഇനി വളരെ കുറച്ച് നാൾ കൂടിയല്ലേ നീ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ അഭിനയിച്ച് പോകണം. രാധികാമ്മനെയും വരുണിനെയും സ്നേഹത്തോടെ തന്നെ അവരോടും പെരുമാറണം എന്നൊക്കെയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ അഭ്യർത്ഥന. ഗീതുവിന് അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യവും വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും പക്ഷേ ഗീതു അത് പുറത്ത് കാണിക്കുന്നില്ല. ഗീതു പറയുന്നുണ്ട് ശരി കണ്ണേട്ട, കണ്ണേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നും പറയുന്നുണ്ട്. അതിന് മുന്നേ ഗീതു കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ എന്താ നീ ഇങ്ങനെ പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഗീതു തുറന്നു പറയില്ല. അതിനുശേഷം നിന്നോട് സ്കൂട്ടറിൽ പോകണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞെങ്കിലും ഗീതു പറയുന്നുണ്ട് സാരില്ല ഞാൻ വന്നോളാം എന്ന് പറയുന്നു. നമുക്ക് ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അതിനുശേഷം ഗോവിന്ദൻ പോകുമ്പോൾ ഗീതു പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ രണ്ടാനമ്മനെയും ബയോളജിക്കൽസ് ആയിട്ടുള്ള മകനെ ഞാനിപ്പോൾ സംരക്ഷിക്കും. ഞാനിപ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കാത്തതിൻ്റെ പിന്നിൽ മറ്റൊരു വഴി തെളിയും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എല്ലാം പതുക്കരെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞു ഗീതു സ്കൂട്ടിയുമൊക്കെ കയറുന്നുണ്ട്. അതിനുശേഷം ഗീതു നമ്മുടെ വിജയലക്ഷ്മി മാഡത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ തെറ്റി, നിങ്ങളെല്ലാം പറയുന്ന ആളല്ലേ, ഈ ഗോവിന്ദേട്ടൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അത് ആഗ്രഹിച്ചോന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും ആഗ്രഹിച്ചില്ല, അതങ്ങനെയുണ്ട് മോളെ. നമ്മൾ ആദ്യം അവർ നമുക്ക് ആദ്യം സ്നേഹം തന്നില്ലേ, അപ്പോൾ നമ്മളത് നിഷേധിച്ച് പിന്നെ നമ്മളത് ആഗ്രഹിച്ച് അവരെ പിന്നാലെ ചെല്ലുമ്പോൾ അവർ അകന്നകന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഗീതുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഗീതു എന്തായാലും വിഷമത്തോടെ തന്നെയാണ് ഫോൺ വയ്ക്കുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ ഒരാൾ അവരുടെ കൂടിക്കാഴ്ചയും ഗീതുവിൻ്റെ കൈ ഗോവിന്ദൻ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഭാഗമൊക്കെ ആരോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു കറുത്ത് ഏതൊരു ഗുണ്ടയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു കൈകൾ തന്നെയാണ് കാണിച്ചിരുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പ്രിയനെയാണ്. പ്രിയ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഭദ്രനും വിലാസിനി പണിയെടുത്ത് പക്ഷേ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മരുമോൾ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സമയം പ്രിയ വരുന്നുണ്ട്. അച്ഛാ ഞങ്ങനെ തെങ്ങ് കയറാൻ ആളെ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, തെങ്ങ് കയറാനുള്ളൊരു യന്ത്രം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യന്ത്രം തന്നെ കയറി തേങ്ങ ഇടുമോ മോളെന്ന് വെച്ചപ്പോൾ ഇല്ലില്ല ആൾ കയറിയിരിക്കണം. അപ്പോൾ ആര് കയറും? അച്ഛൻ കയറും. അച്ഛനല്ലെങ്കിൽ അമ്മയ്ക്കായാലും കയറാമെന്ന് പറഞ്ഞ് പ്രിയ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവർ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. ഗീതുവിനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു ജോലി വേണം, അറിയാണ്ട് അച്ഛൻ കയ്യിലുണ്ടായി അവർ രാധികാമ്മനെ പറ്റിച്ച് മേടിച്ച കാശ് എന്തെന്ന് ചോദിക്കുമ്പോൾ അതറിയാതെ അനാഥാലയത്തിലേക്ക് കൊടുത്തു പോയി എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജോലി AGM ഗ്രൂപ്പിൽ തരണം പ്ലീസ് മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ വരുന്നേട്ടൻ്റെ കയ്യിൽ കൊടുത്തയക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും കൊടുത്തയക്കാം എന്ന് പറയുന്നുണ്ട്. ജോലി ആദ്യം ആലോചിക്കട്ടെ എന്നിട്ട് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഗീതു അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് AGM ഗ്രൂപ്പിൽ ചർച്ചേനി കിഷോറുണ്ട്, അതുപോലെ തന്നെ അവർണികയുണ്ട്, ഗീതു, വരുൺ, ഗോവിന്ദ്, പിന്നെ 2 സുവർണ, അജാസ്, വേറൊരു സ്റ്റാഫും കൂടിയുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന AGM ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയതും പുതിയ ഗ്രൂപ്പ് വന്നതോടുകൂടി പഴയ ഗ്രൂപ്പിനെ ഇടിച്ച് താഴ്ത്തിയതല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിച്ച് പഴയ ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പിനെ പരിഹസിക്കും. പുതിയ ഗ്രൂപ്പ് എന്ത് പറയുന്നു എന്ന് ചോദിക്കും. പുതിയ ഗ്രൂപ്പ് എന്തായാലും മനഃപൂർവ്വം അത് ചെയ്യൂലല്ലോ എന്ന് ഗീതു പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് ഗീതു അവിടെ കണ്ണേട്ടെന്ന് സംബോധന ചെയ്യുമ്പോൾ സോറി ഗോവിന്ദേട്ടൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗീതുവിനെ പരസ്യമായി കുറ്റം പറയുന്നുണ്ട് വരുണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദന് ദേഷ്യം വരുന്നുണ്ട്. ഗോവിന്ദൻ പറയുന്നുണ്ട് നിയമസഭയല്ല ചോദ്യം ചെയ്യാൻ ഇനി എന്താ വേണ്ടതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഗീതുവിന് ഇഷ്ടമാവുന്നുണ്ട്. പിന്നീട് കിഷോറിനിൽ എന്താ പറയാൻ, പുതിയ ഗ്രൂപ്പിന് ഇതിൽ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ കിഷോർ പറയുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ശരിയാക്കി എടുക്കാൻ 1 മാസം എന്ന് പറഞ്ഞപ്പോൾ 1 മാസം വരെ കമ്പനി അടച്ചിടണമെന്നാണോ പറയണതെന്ന് ചോദിച്ച് ഗീതു പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് കിഷോറിൻ്റെ മണ്ടത്തരം അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആകച്ചിരിക്കുന്നുണ്ട്. അവർണികയ്ക്ക് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട്. കാരണം എല്ലാവരും മുന്നിൽ വെച്ച് ആണ് ശരിക്കും കിഷോറിനെ ഗീതു അപമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഗ്രൂപ്പിനൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. വരുണിനടക്കം എല്ലാവർക്കും അതേ ഒരു വാക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ കിഷോർ ആകെ കുമ്പിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർണിക വളരെ വിഷമത്തോടെ ഗീതുവിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.